കേരള ഫുട്ബോൾ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചുവെന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നിരീക്ഷകന്റെ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് നടത്തിയത് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KFAയോട് കഴിഞ്ഞ ദിവസം വിശദീകരണം തേടിയിരുന്നു. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മീഡിയ വണ്ണിന് ലഭിച്ചു. KFAയോട് ഭേദഗതി ചെയ്ത ഭരണഘടന അംഗീകരിക്കില്ല എന്നും കത്തും സ്പോർട്സ് കൗൺസിൽ നൽകി. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. വിവരങ്ങൾ നൽകുവാനായി മഹേഷ് പൂലൂർ ചേരുകയാണ്. മഹേഷ്, KFAക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ വന്നിരിക്കുകയാണ്. ഈ വാർത്തയുടെ പ്രാരംഭ വിവരങ്ങൾ എന്തൊക്കെയാണ്? അജി, ഓഗസ്റ്റ് മാസത്തിലാണ് KFAയുടെ ജനറൽ ബോഡി യോഗവും അതുപോലെ തന്നെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാധുതയെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ കേരള സ്പോർട്സ് കൗൺസിൽ ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ട് KFAക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിന് ആധാരമായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശദീകരണം തേടാൻ കാരണമായത് ആ തെരഞ്ഞെടുപ്പിൻ്റെ നിരീക്ഷകൻ നൽകിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ആ റിപ്പോർട്ടിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ആ റിപ്പോർട്ട് തയ്യാറാക്കിയ അദ്ദേഹം പറയുന്നത്, റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്പോർട്സ് കൗൺസിലിൻ്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും നടത്തിയത് എന്ന് കൃത്യമായി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇലക്ട്രൽ കോളേജിലുള്ള അംഗങ്ങളെ എല്ലാ ഭാരവാഹികളായി തെരഞ്ഞെടുത്തത്, അതായത് കേരള സ്പോർട്സ് ചട്ടപ്രകാരം, ആക്ട് പ്രകാരം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗമായി നിൽക്കുന്ന അസോസിയേഷനുകളുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അങ്ങനെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമ്പോൾ ആ ഭാരവാഹികൾക്ക് വോട്ടവകാശമുള്ളവരായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് ആ വോട്ടവകാശ ലിസ്റ്റിലുള്ളവരായിരിക്കണം ഭാരവാഹികളായി വരേണ്ടതെന്നാണ്. ആ ചട്ടം ലംഘിച്ചു എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇലക്ട്രൽ കോളേജിലുള്ള അംഗങ്ങളെക്കാളും കൂടുതൽ അംഗങ്ങൾ വാർഷിക പൊതുയോഗത്തിലും തെരഞ്ഞെടുപ്പിലും പങ്കെടുത്തിരുന്നു. അതായത് വോട്ടവകാശം ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു, ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും പങ്കെടുത്തിരുന്നു എന്നുള്ള ഗുരുതരമായ മറ്റൊരു കാര്യം കൂടി ആ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ് നടത്തിയില്ലായിരുന്നു എന്നുള്ള മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നു. അതായത് സ്പോർട്സ് കൗൺസിലിൻ്റെ അല്ലെങ്കിൽ കേരള സ്പോർട്സ് ആക്ട് പ്രകാരം സെക്രട്ടറിയെ നേരിട്ട് അംഗങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് റിപ്പോർട്ടിൻ്റെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെക്രട്ടറി അനിൽകുമാറിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ബൈലോ പ്രകാരമാണ് ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്. ഇലക്ട്രൽ കോളേജിലുള്ള അംഗങ്ങളെ എല്ലാ ഭാരവാഹികളായി തെരഞ്ഞെടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. മാത്രമല്ല, അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെക്രട്ടറി പെയ്ഡ് സെക്രട്ടറിയാണ്. അവരെ തെരഞ്ഞെടുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അതായത് വോട്ടവകാശമുള്ള മുഴുവൻ ആളുകളും വോട്ട് ചെയ്യുന്നതിന് പകരം ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കൊണ്ടുവരുന്നു. ആ കമ്മിറ്റി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നു. സെക്രട്ടറി റെമ്യൂണറേഷൻ വാങ്ങുന്ന പോസ്റ്റിലിരിക്കുന്ന ആളാണ് എന്നാവാം അതാണ് ഉദ്ദേശിച്ചത് എന്നാണ് റിപ്പോർട്ട് നമുക്ക് മനസ്സിലായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ ആളുകൾ വരുമ്പോൾ തീർച്ചയായും ആ കാര്യം നമുക്ക് അവരോട് ഉന്നയിക്കാനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഒരു വിശദീകരണം തേടി ഈ മാസം 13-ാം തീയതി, 7 ദിവസം മുൻപ് കേരള സ്പോർട്സ് കൗൺസിൽ ഒരു കത്ത് വിശദീകരണം ചോദിച്ചുകൊണ്ട് KFAക്ക് നൽകിയിരുന്നു. അതിന് മറുപടി നൽകാനുള്ള അവസാന തീയതി ഇന്നാണ്. അതായത് 7 ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ്. ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കത്തിലും കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ടിലെ ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ അതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കേരള ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ ഭരണഘടന ഭേദഗതി ചെയ്ത് അമെൻഡ് ചെയ്ത് സ്പോർട്സ് കൗൺസിലിന് അയച്ചിരുന്നു. അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളൊരു നിലപാട് ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ എടുത്തിരിക്കുന്നു. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ജനറൽ സെക്രട്ടറി എന്നൊരു പോസ്റ്റിനെ കുറിച്ച് ഈ ഭരണഘടനയുടെ ഭാഗത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതിൽ പിശകുകളുണ്ട്. ആ പിശകുകൾ തിരുത്തി ഭരണഘടന വീണ്ടും അമെൻഡ് ചെയ്ത ശേഷം തിരിച്ചയക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഉപവ്യവസ്ഥയിൽ പറയുന്ന ഒരു കാര്യം, ഓൺലി ദ പ്രസിഡന്റ് മേ പ്രൊപ്പോസ് ദ അപ്പോയിൻമെന്റ് ഓർ ഡിസ്മിസൽ ഓഫ് ജനറൽ സെക്രട്ടറി എന്ന വ്യവസ്ഥ, ആ വ്യവസ്ഥ പൂർണ്ണമായും ജനാധിപത്യ വിരുദ്ധമാണ്. ജനറൽ സെക്രട്ടറിയുടെ തെരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ പുറത്താക്കാനുമുള്ള അധികാരം പ്രസിഡന്റിൽ കേന്ദ്രീകൃതമാണ് എന്ന് പറയുന്ന ഭാഗം ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്നതല്ല എന്നുള്ളത് കൂടി സ്പോർട്സ് കൗൺസിൽ പറയുകയാണ്. എന്തായാലും വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഇതിൻ്റെ ഇന്നിപ്പോൾ ഈ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കത്തിന് KFA ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ, ആ മറുപടിക്ക് എങ്ങനെയായിരിക്കും സ്പോർട്സ് കൗൺസിൽ പ്രതികരിക്കുക എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ 2 സൂചനകളാണുള്ളത്. അതായത്, ഒന്നുകിൽ കേരള സ്പോർട്സ് ആക്ടിന് അനുകൂലമായി ആ ചട്ടപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തുക, അതല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ
ഇല്ലാതെ അഫിലിയേഷന് ഇല്ലാതെ ഈ സംഘടനയ്ക്ക് പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടി വരും. അതിലേക്കൊന്നും ഇപ്പോൾ പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതിന് വിശദീകരണം കാത്തു നിൽക്കുകയാണ് സ്പോർട്സ് കൗൺസിൽ എന്നുള്ളതാണ് അജി.